തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ കേട്ടാ, അല്ലെങ്കിൽ വേണ്ട ബുധനാഴ്ചയാണ് പോകണം, വേണ്ട വ്യാഴാഴ്ച. വെള്ളിയാഴ്ച ആക്കാൻ പറ്റുമോ സാറേ? ഏടോ തൻ്റെ അല്ലേ കാര്യം അല്ലേ, ആവശ്യം എനിക്കല്ലേ, അപ്പോൾ അത് വന്ന് വാങ്ങിച്ചോണ്ട് പോകണ്ടേ? വ്യാഴാഴ്ച എനിക്കൊരു അത്യാവശ്യം ഉണ്ടായി. ആ കുഴപ്പമില്ല, വെള്ളിയാഴ്ച വന്നോ കേട്ടോ, നമ്മൾ ശരിയാക്കി വെക്കാം. സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ നോക്കണമെങ്കിൽ നോക്കാം. വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ അപ്പം കൊടുന്നാൽ മതി. എൻ്റെ വീട് പൊന്നാരിമംഗലത്താണ്. ആ പൊന്നാരി, അതന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടക്കിടക്ക് ഇവിടെ വരാറുണ്ട്. ആ അതന്നെയാണ് അതന്നെയാണ്. ഓരോ കാര്യത്തിന് വരുമ്പോൾ 10 വട്ടമല്ല നടത്തണത്. അതെ അതെ അതെ. വെള്ളിയാഴ്ച 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 ഓക്കെ ഓക്കെ. ശരി സാർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാഡം സാറേ, നികുതി അടച്ച കടലാസ്. നികുതി അടച്ച കടലാസ്. സാറേ ഒരു മിനിറ്റ്. അല്ല സാറേ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. പറഞ്ഞോ സാർ. എന്താണ്? നമ്മളെ പഞ്ചായത്തിലെ TPRന്റെ അവസ്ഥ എങ്ങനെ? TPR ആ ടെസ്റ്റ് പോസിറ്റിവിറ്റി അത് 10 കുറവല്ലേ? അപ്പം നല്ലോണം കുറഞ്ഞു പോയാ? എന്തേനിപ്പോൾ കൂടണോ? സാധ്യതയുണ്ട് അങ്ങനെ. എന്താ കാര്യം എന്ന് പറയുന്നത്? എൻ്റെ മരുമോൻ്റെ കല്യാണം വെള്ളിയാഴ്ച. ലീവ് എടുത്തിട്ട് വേണം പോകാൻ. പോസിറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ മൊത്തം ലീവാണ് കല്യാണത്തിന് പോവാം. നമുക്ക് ലീവ് പോവില്ല. അതെ ഉണ്ണിയെ, ഈ കാര്യം ഇവിടെ ആ കസാലയിൽ ഇരുന്നിട്ട് പറയണതും ഇവിടെ നിന്നിട്ട് പറയണതും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? സാറേ, സാർ എന്തിനാ ഇപ്പം അങ്ങനെ പറഞ്ഞിനി? ഞാൻ ഇനി എങ്ങനെ പറയണം? തലയ്ക്ക് വെളിവില്ലാത്തമാരി ക്ലാസ് അല്ലേ? അവിടെ വെച്ചോ. എന്തിനും പടം വെക്കണത്? അവിടെ വെക്കേ. സാറൊന്നും മിണ്ടാതിരിക്കും. സുരേഷ് വാലിപ്പറമ്പിൽ 8ാം വാർഡ്. വേണ്ടാത്തൊക്കെ വെക്കാനുള്ള ഫയലത്. സാറേ, നികുതി അടച്ച റെസിപ്റ്റ്. ഇല്ല, നികുതി അടച്ചില്ല. നികുതി അടയ്ക്കാൻ വേണ്ടി വന്നാണ്. നോക്കി 38/1. ആ നികുതി അടയ്ക്കാനാ? ആ എത്ര? 38/1. 38/1. 38/1. ആ ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല അക്ഷരമുള്ളത്. ഇതാ അക്കോ. ആ ഒന്ന് മാറും. എന്തപ്പം നിങ്ങൾ ഇവിടെ വന്ന് നോക്കണേ? അതിൻ്റെ അകത്ത് കുത്തിയാ പോരെ മാസേ? അവിടെ അല്ലേ? ആ ഇതിനകത്ത് കുത്തലാണല്ലോ സാധാരണ. സാറേ സാറേ, ആ നികുതി അടയ്ക്കാൻ 38/1. അടച്ചോ? അപ്പം നിങ്ങൾക്ക് അറിയില്ലത്. സാറാണ് ചെയ്യുക. ആ എൻ്റെ പൊന്നു സുഗതം സാറേ, ഒരു മിനിറ്റ് ഉണ്ടെന്ന്. എന്തേ? അതെ, ഈ തലയ്ക്ക് വെളിവില്ലാത്ത പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കണതൊക്കെ നല്ലത്. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇട്ട് കുത്തി പഠിച്ചൂടെ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതല്ലേ. കഷ്ടമാണ് കേട്ടോ. എത്ര നിങ്ങളുടെ സർവേ നമ്പർ എത്രയാ? 38/1 സാർ. 38/1 മൊയ്തു ചക്കാലപ്പറമ്പ്. 38/1. വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലേ? മൊയ്തു. അതെ, ഇയാളോടുള്ള ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞു. അതിൽ സത്യന്റെ സിനിമയൊന്നും കളിക്കുന്നില്ല. ഇവരിപ്പോ എപ്പോ വിളിക്കുവച്ചിട്ടാ നമ്മളിപ്പോ ഈ കാത്തു നിൽക്കണേ? എന്താ ആദ്യമൊക്കെ വന്നാലേ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി ചെല്ലേ. അപ്പൊ അങ്ങനെ വരിയായിട്ട് ഇവിടെ നിക്കണം എന്നാ പറയണത്. അതെ അതെ.
കൊറോണയുടെ അതെ അതെ ഇതൊക്കെ കഴിഞ്ഞാൽ ഓടി കയറുന്ന ബസ്സിലേക്ക് അതെ, അതെ. എന്താ അവിടുത്തെ തിരക്ക് തിരക്ക് തുക്കിത്തിരക്ക് ബസ്സിൽ പോകും. പറയണ്ട. നിങ്ങൾ എന്തിനാ വന്ന്? ഞാൻ ഈ പെൻഷൻ മേടിക്കാൻ്റെ സർട്ടിഫിക്കറ്റ് ആ ഈ ജീവിച്ചിരിക്കുന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അല്ല അപ്പൊ നിങ്ങള് ജീവിച്ചിരിക്കണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നണില്ലേ? എനിക്ക് തോന്നിയാൽ പോരല്ലോ. ഇവിടുന്ന് ആ പെൻഷൻ കിട്ടണമെങ്കിൽ ഇയാൾ വില്ലേജ് ഓഫീസർ എഴുതണം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എല്ലാ കൊല്ലം. എന്താ റബ്ബേ ഈ പറഞ്ഞ? അപ്പൊ അയാളുടെ മുമ്പിലല്ലേ നിങ്ങൾ ഇങ്ങനെ വടി പോലെ ചെന്ന് നിക്കണേ? എന്നിട്ട് മനസ്സിലാവണില്ല അത്രേ? ഇല്ല അതല്ലേ നിയമം. ആ ഈ സർവേ നമ്പറിൽ നിങ്ങളല്ലല്ലോ നികുതി അടയ്ക്കുന്നത്. പിന്നാരാ? ഏതൊരു അബൂബക്കർ ആരാ? പോക്കറോ? ഓന്റെ കൗത്ത് ഞാൻ മട്ടു. ഓനെങ്ങനെ അടക്കല് എന്റെ സ്ഥലത്തിന്? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഭൂമിയുടെ ആധാരവും അടിയാധാരവും എല്ലാം കൂടെ ആയിട്ട് പോവാ, അപ്പൊ നമുക്ക് നോക്കാം. അല്ല അപ്പൊ കഴിഞ്ഞല്ലോ ഞാൻ ഇതിന്റെ അകത്ത് അടച്ചതാണല്ലോ. അത് അടച്ച് വേറെ ഏതെങ്കിലും സർവേ നമ്പർ കയറി പോയിട്ടുണ്ടാവും. അപ്പൊ ഇന്നിപ്പോ നികുതി അടയ്ക്കാൻ പറ്റൂല എനിക്ക്? അത് നിങ്ങൾ പണി ഒഴിവാക്കിയിട്ടാ നമ്മള് വന്നെന്നറിയും. ഇത് നിങ്ങളെ പേപ്പറൊക്കെ ആയിട്ട് വരൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് അവിടെ വരും സ്ഥലം കാണാൻ. ഇത് റീസർവേ ചെയ്യണം, എന്നാലേ ഇത് ശരിയാക്കാൻ പറ്റൂ. അല്ല അതിനൊക്കെ ഇനി എത്ര ദിവസം കാത്തിക്കണം? സാറങ്ങൾ ഒന്നും കൂടി നോക്കി. അളന്നിട്ടൊക്കെ എന്നിട്ടേ പറ്റുള്ളൂ. ഏയ്, അപ്പൊ അവിടെ പോയിട്ട് അപ്പൊ നിങ്ങളൊക്കെ ഇത് വാങ്ങാണ്ടായ പിന്നെ നമ്മക്ക് എങ്ങനെ എളുപ്പത്തിൽ കാര്യം നടക്കുക? തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ലേ? പുണ്യാളന്മാരായിട്ട് മാറുകയാണ്. ഓഫീസിലേക്ക് വന്നാ പൈസ കൊടുക്കാൻ ആർക്കെങ്കിലും പൂതി ഉണ്ടെങ്കിലും മണ്ടാന്ന് വെച്ചോളിട്ടോ. ഇവിടുത്തെ സാറുമാരൊക്കെ നന്നായി പോയി, ആർക്കും കായ് വേണ്ട. അല്ല ഇപ്പൊ നിങ്ങളുടെ കാര്യം നടന്നോ? ഏവടാ നടക്കാന്ന് ഇനിയും നടക്കണം ഇങ്ങോട്ട് 10 പ്രാവശ്യം. ആരും കൈക്കൊല്ലിട്ട് അങ്ങോട്ട് പോണ്ടോ. ഭ്രാന്ത് പിടിച്ച് നിൽക്കാൻ അല്ല മൂപ്പർക്ക് ഇപ്പൊ കാര്യം നടക്കാണ്ട് ഭ്രാന്തായിട്ടാ പോണേ. അല്ല ഞാനൊന്ന് പോട്ടെ. അല്ല നേരത്തെ വന്നാണ്. ആദ്യം ഞാൻ പോയിട്ട് എന്താ ഇപ്പൊ എത്ര നേരമായിട്ട് നമ്മളെ വിളിക്കാത്തെന്നൊന്ന് ചോദിക്കട്ടെ. അത് ഞാൻ ചോദിക്കാല. അതിന് നിങ്ങക്ക് പരിചയം ഉണ്ടോ? അല്ലേ അങ്ങനെ പെടലല്ല, ഞക്ക് പരിചയം ഉണ്ടോ അവിടെ? ഞാൻ ചോദിച്ചിട്ട് രണ്ടാൾ അവിടെ നേരം കുറെ നിക്കണോന്ന് വിളിക്കുന്നുണ്ട്, വിളിക്ക് പറയാം. ആ നല്ലത്. നിങ്ങളിവിടെ നിന്നോളി, നിങ്ങളിവിടെ നിക്കന്നെ ഉള്ളു. അതെന്ത് പണിയാണ് അയാൾ ഈ കാണിച്ചത്? ഞാൻ പോയിട്ട് പോയി നോക്കി ചോദിച്ചിട്ട് വരട്ടെ. ആ ഞാൻ നോട്ടൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് മോളെ. ആ ഫ്രിഡ്ജിലേ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. അത് പട്ടിക്കുട്ടിക്ക് എടുത്ത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അച്ഛന് കൊടുത്താൽ മതി. ആ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തേ? അല്ല എന്റെ കായ് ഇങ്ങോട്ട് തന്നിട്ടില്ലേ? കായോ? നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം നികുതി അടച്ചതിന്റെ ബാക്കി കായ് പിന്നെ വന്നോളിയും പറഞ്ഞിട്ട് വിട്ടത്. അതെപ്പോഴാ വന്നേ? കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം? ആ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? അത് പെങ്ങടെ സൗകര്യത്തിന് വരാൻ പറ്റുമൊക്കെ. കങ്കടം കൂടെ തെക്കും വടക്കും എന്തോരം പണി ഉണ്ടിച്ചിട്ടാ നിങ്ങള്. ഇപ്പൊ ആ പൈസക്കാണോ വന്നേ? അല്ലപ്പ അത് മാത്രല്ല, അതും വേണോ? ആ